വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം OTT-യിൽ എത്തിയിരിക്കുന്നു. സോണി ലൈവിലാണ് ചിത്രം ഇറങ്ങിയിരിക്കുന്നത്. ഈ സിനിമയിലെ രസകരമായ ഹിഡൻ ഡീറ്റെയിൽസും ഡയറക്ടർ ബ്രില്യൻസും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നിങ്ങൾ ഈ സിനിമ കാണാത്തവരാണെങ്കിൽ സിനിമ കണ്ടതിന് ശേഷം വന്ന് വീഡിയോ കാണുക, സ്പോയിലേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം മറ്റ് സിനിമകളിൽ നിന്നും പെറുക്കിയെടുത്തതും ഇൻസ്പയർഡ് ആയതുമായ കുറച്ച് ഫേമസ് ഡയലോഗുകൾ. സിനിമയിലെ ആദ്യ സീനിൽ പരീക്ഷയുടെ ചോദ്യപേപ്പർ എവിടെയെന്ന് ധ്യാനിന്റെ കഥാപാത്രത്തോട് അച്ഛൻ ചോദിക്കുമ്പോൾ ധ്യാൻ ഇങ്ങനെ പറയുന്നുണ്ട്. അത് ഈ വടക്കൻ കേരളത്തിൽ മാത്രം അടിച്ച കാറ്റടിച്ച് പറന്നുപോയി അച്ഛ എന്ന് പറയുന്നുണ്ട്. ഈ ഡയലോഗ് ഗായത്രിക്ക് ആള് മാറി ഫ്ലാഷ് ബാക്ക്. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതരം പാതിര കാറ്റ്. ധ്യാനിന്റെ കോളേജിൽ ബുക്ക് മേടിക്കാൻ വരുന്ന സീനിൽ ധ്യാൻ പ്രണവിനോട് നിങ്ങൾ രണ്ടും എന്താ ഇരട്ട പറ്റതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. ഇതെന്താണ് യൂണിഫോമാ? രമേശിന്റെ മേടിച്ചേ പറഞ്ഞില്ല തെണ്ടി. പുസ്തകം മുഴുവൻ വായിച്ചു കഴിഞ്ഞ് ഇതിലൊരു ചാപ്റ്റർ മിസ്സിംഗ് ആണെന്ന് പ്രണവിന്റെ കഥാപാത്രം പറയുന്നുണ്ട്. അപ്പോൾ ധ്യാൻ ഇങ്ങനെ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്. ഇതിപ്പോ സിനിമ കണ്ടു കഴിഞ്ഞ് കറണ്ട് പോയതുപോലെ ആയല്ലോ എന്ന്. മനസ്സിലായെന്ന് എന്ത് ഇതെല്ലാം തരികടയാണെന്ന്. ഫ്ലാഷ് ബാക്ക്. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ കറണ്ട് പോയതുപോലെ ആയല്ലോ എന്ന സീൻ യഥാർത്ഥത്തിൽ കുഞ്ഞിരാമായണത്തിൽ സംഭവിക്കുന്നുണ്ട്. മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്ത നോവൽ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഒരു ചാപ്റ്റർ മിസ്സിംഗ് ആണെന്നും നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിയാലോ എന്നും ധ്യാനിൻ്റെ കഥാപാത്രം പറയുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ നാടോടിക്കാറ്റ് എന്ന ചിത്രത്തിലെ ഒരു റെഫറൻസ് ആയിരുന്നു. വെള്ളം ചേർക്കാം. അയ്യേ, കുറച്ച് വെള്ളം ചേർക്കാം. നല്ല മുഴുപ്പുള്ള പാലാ. കുറച്ച് ചേർക്കാം അല്ലേ? ചേർക്കാം. ഈ ഒരു സീനിൽ നമ്മുടെ കാലമൊക്കെ കഴിഞ്ഞില്ലേ, ഇത് ചെറുപ്പക്കാരുടെ കാലമല്ലേ, ഇത് അവരുടെ കാലമല്ലേ എന്ന് പറയുന്നുണ്ട്. ഇത് സത്യത്തിൽ ലാലേട്ടൻ്റെ ഒരു ഫേമസ് ഡയലോഗായിരുന്നു. അയാളുടെ കാലല്ലേ. ഈ ഒരു സീനിൽ പ്രണവിൻ്റെ കഥാപാത്രത്തിന് നന്നായി വിശക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ധ്യാൻ പറയുന്നുണ്ട് പോകുന്ന വഴിക്ക് ലക്ഷ്മി അമ്മയുടെ കടയിൽ നിന്നും സാമ്പാർ സാദം കഴിക്കാം. பாட்டி சாம்பார் சாதம் இருக்குமா? இருடா வர. നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ഒരു സീനിൽ കല്യാണിയോട് പ്രണവ് നിനക്ക് എന്നോടുള്ളത് എന്താണെന്ന് നിന്റെ കണ്ണിൽ ഞാൻ കണ്ടതാണ്, കാര്യം പറയടി എന്ന് പറയുന്നുണ്ട്. കല്യാണിയുടെ കണ്ണിനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ ദൈവമേ. ചെന്നൈയിലെ ലോഡ്ജിലെത്തുന്ന ഈ സീനിൽ ബോയ് ടിപ്പ് ആവശ്യപ്പെടുമ്പോൾ 10 പൈസ കൊടുക്കുന്ന ധ്യാനിന്റെ കഥാപാത്രത്തെ കാണിക്കുന്നുണ്ട്. ഇത് ദിലീപ് സിനിമയായ പട്ടണത്തിൽ സുന്ദരിൽ നിന്നും ഇൻസ്പയർഡ് ആണ്. ഓ അയ്യോ വേണ്ടായിരുന്നു. അതല്ല, ഇത് വെച്ചോളൂ. തൊണ്ടയിൽ കിച്ച് കിച്ചിന് ഏറ്റവും നല്ലതാണ് വീക്സ്. സിനിമയുടെ ഓഡീഷൻ നടക്കുന്ന പാട്ട് സീനിൽ അഭിനയിക്കാൻ പറഞ്ഞപ്പോൾ ബുഷപ്പ് എടുത്ത് കാണിക്കുന്ന ഈ ഒരു ചേട്ടനെ കാണിക്കുന്നുണ്ട്. ഇത് യഥാർത്ഥ ജീവിതത്തിൽ ഉണ്ണി മുകുന്ദനെ ചെറുതായിട്ടൊന്നു ട്രോളിയ സീനായിരുന്നു. സിനിമയിൽ നായകനെ തേടി വിളി വരുമ്പോൾ KGF പോലെ തുടക്കം മുതൽ ഒടുക്കം വരെ വെടിവെക്കുന്ന പാൻ ഇന്ത്യൻ പടമുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. അതവന്റെ അല്ല. I absolutely loved KGF 1. Even today I like KGF 1 better than KGF 2. ഈ ഒരു സീനിൽ എന്ത് പറ്റിയെന്ന് പ്രണവിൻ്റെ കഥാപാത്രം ചോദിക്കുമ്പോൾ സിനിമയിൽ അഭിനയിക്കേണ്ട സമയത്ത് കുന്നും മലയും കയറാൻ നടക്കുകയാണ് നായകൻ എന്ന് പറയുന്നുണ്ട്. ഷൂട്ടിംഗ് തുടങ്ങുന്ന ഈ ഒരു സീനിൽ സ്റ്റാർട്ട് ആക്ഷൻ കട്ട് എന്നൊക്കെ പറഞ്ഞും നടി കുളത്തിൽ ചാടുമ്പോൾ നീയും കൂടെ ചാടുമോ എന്നും പറഞ്ഞ് പ്രണവ് കളിയാക്കുന്നുണ്ട്. സ്റ്റാർട്ട് ആക്ഷൻ കട്ട് ഇതില് ഏതാണ് മനസ്സിലാവാത്തത്? ഷൂട്ടിങ്ങിനായി നിതിൻ മോളി വരുന്ന ഈ ഒരു സീനിൽ അവാർഡ് ഷോന് ക്ഷണിക്കാനായി വിളിക്കുന്ന ഒരു ഫോൺ കോൾ നമുക്ക് കേൾക്കാം. ഇതിൽ ബെസ്റ്റ് ആക്ടർ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ലാലേട്ടനാണെന്നും യൂത്ത് ഐക്കൺ മമ്മൂട്ടിക്കാണെന്നും പറയുന്നുണ്ട്. കാലാകാലങ്ങളായി ഏഷ്യാനെറ്റിൻ്റെ അവാർഡ് ഷോകളിൽ മികച്ച നടനുള്ള പുരസ്കാരം എപ്പോഴും ലാലേട്ടന് കൊടുക്കുന്നത് മുമ്പ് വിവാദമായിരുന്നു.
ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈന എന്ന ചിത്രത്തിനും ഇതുപോലൊരു അവാർഡ് നൽകിയത് വൻ ട്രോളുകൾക്ക് ഇടയാക്കിയതിൻ്റെ ഒരു സൂചനയാണ് ആ സീനിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. നിതിൻ മോളിയുടെ ഡേറ്റ് മേടിക്കാനായി വരുന്ന ഈ സീനിൽ ഡേറ്റിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടെന്നും ഇടയ്ക്ക് 2 ഉദ്ഘാടനങ്ങളും ചോറൂണുമൊക്കെ ഉണ്ട്, അതിനൊന്ന് പോയിട്ട് വരണമെന്നും പറയുന്നുണ്ട്. സിനിമയില്ലാത്ത സമയത്ത് നടന്മാർക്കും നടിമാർക്കും ഇനോഗ്രേഷൻ വെച്ചിട്ടാണ് ജീവിച്ചു പോകുന്നതെന്നും അവിടെ ഇവിടെയായിട്ട് നമ്മുടെ ഹണിച്ചേച്ചിനെയൊക്കെ ചെറുതായിട്ട് ട്രോൾ ചെയ്താണ് അത്. കഥാപാത്രം ഏത് നാട്ടുകാരനാണെന്ന് ചോദിക്കുമ്പോൾ ആലുവക്കാരനാണെന്ന് പറയുന്നുണ്ട്. ആലുവയിലെ സ്ലാങ് ഒന്നും പിടിക്കണ്ട എന്നും പറയുമ്പോൾ പ്രേമത്തിലെ ആലുവ പുഴയുടെ തീരത്ത് എന്ന ഗാനത്തിൻ്റെ ഒരു ചെറിയ തീം മ്യൂസിക് നമുക്കവിടെ കേൾക്കാം. ഇനോഗ്രേഷനായി നിതിൻ മോളിയുടെ കഥാപാത്രം സ്റ്റേജിലേക്ക് കയറുമ്പോൾ ഒരു പെൺകുട്ടി നിതിൻ മോളിയോട് ഇങ്ങനെ പറയുന്നുണ്ട്: നിവിൻ ചേട്ടൻ്റെ ആ ഇമോഷനാണ് ഞങ്ങൾക്ക് വേണ്ടതെന്നും കളിയാക്കിയവരെയും ബോഡി ഷേമിങ് ചെയ്തവർക്കും കൊടുക്ക് ചേട്ടാ എന്നും പറയുന്നുണ്ട്. യഥാർത്ഥ ജീവിതത്തിൽ നിവിൻ പോളിയെ ബോഡി ഷേമിങ് ചെയ്തവർക്കുള്ള ഒരു കൊട്ടാണ് ആ സീനെങ്കിലും മറ്റൊരാളെ കൂടി ആ സീൻ ട്രോളുന്നുണ്ട്. ഒറ്റയ്ക്ക് വന്നവനാടാ ഞാനെന്നും ഒറ്റയ്ക്ക് വന്നവനെ കളിയാക്കുന്നോടാ എന്നും ബോഡി ഷേമിങ് ചെയ്യുന്നോടോ എന്നുമാണ് നിവിൻ പോളി ആ ഡയലോഗിൽ പറയുന്നത്. സ്പെഷ്യൽ ഫ്ലാഷ് ബാക്ക്. ഇവർക്കെതിരെ ആഞ്ഞടിക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. നേരം വെളുക്കുമ്പോൾ നിതിൻ മോളിയുടെ വീഡിയോ വൈറലായും വീഡിയോയെക്കുറിച്ച് പ്രതികരിക്കുന്ന യൂട്യൂബേഴ്സിനെയും കാണിക്കുന്നുണ്ട്. ഹൃദയം സിനിമയിലെ അഭിനേതാക്കളാണ് യൂട്യൂബേഴ്സായി എത്തിയിരിക്കുന്നത്. യഥാർത്ഥ ജീവിതത്തിലെ യൂട്യൂബേഴ്സിൻ്റെ പേര് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. ഇബിലീസ് എന്ന ഫേസ്ബുക്ക് പേജിലൂടെ ലൈവ് പോകുന്നത് നമ്മുടെ ചെകുത്താൻ എന്ന വ്ളോഗറാണ്. പബ്ലിക് ഏജൻറ് എന്ന യൂട്യൂബറായി കാണിച്ചിരിക്കുന്നത് സീക്രട്ട് ഏജൻറ് എന്ന യൂട്യൂബ് ചാനലിലെ സായിയെയാണ്. സണ്ണി വ്ളോഗ്സ് എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന യൂട്യൂബർ ഉണ്ണി വ്ളോഗ് സിനിഫൈലാണ്. പിന്നീട് ഇതിൽ കാണിച്ചിട്ടുള്ള യഥാർത്ഥ യൂട്യൂബേഴ്സിൻ്റെ പേരറിയാവുന്നവർ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. കമൻറ്റുകൾ പിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ കണ്ടതിന് ശേഷം ഞാൻ കണ്ടുപിടിച്ച ചില ഹിഡൻ ഡീറ്റെയിൽസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സിനിമ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുള്ള എന്തെങ്കിലും ഹിഡൻ ഡീറ്റെയിൽസോ ഡയറക്ടർ ബ്രില്യൻസോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. കൂടുതൽ വീഡിയോസുമായി ഉടനെ എത്താം. താങ്ക് യു. നീ മരിച്ചില്ലേ? ഇല്ലെന്നേ. ഹാപ്പി ബർത്ത്ഡേ. ഇത് നിന്റെ പുനർജന്മമാടാ.